മദ്യം കുടിക്കാത്തവരാരുണ്ട്? എവിടെ വിറ്റാലും കുടിക്കും. മറ്റ് രാസവസ്തുക്കളോ അല്ലെങ്കിൽ മറ്റ് രാസലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ആളുകൾ മദ്യം കൂടുതൽ കഴിക്കട്ടെ, അങ്ങനെ മദ്യത്തിന്റെ പിന്നാലെ പോയിക്കോട്ടെ, അങ്ങനെ നമുക്ക് മറ്റ് രാസലഹരി അടക്കമുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗം കുറയ്ക്കാം. ആ അർത്ഥത്തിൽ മദ്യപാനം നല്ലതാണെന്നാണോ താങ്കൾ? മദ്യം കുടിക്കാത്തവരാരുണ്ട്? എവിടെ വിറ്റാലും കുടിക്കും. ഈ ഒന്നാം തീയതി ട്രൈഡേ ബിവറേജിന് വാദമാണ്. അത് ട്രൈഡേ വേണ്ട. ഇനി കേരളത്തിൽ ട്രൈഡേ വേണ്ട. ഒന്നാം തീയതി തുറക്കണം. ഒന്നാം തീയതി അടച്ചിടുമ്പോൾ 1.5 ലക്ഷം കോടി രൂപ വിദേശ സംവിധാനമാണ് കേരളത്തിൽ വരുന്നത്. അറിയാമോ? മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളായിട്ടും മറ്റ് അന്യ സംസ്ഥാന മദ്യമായിട്ടും വന്ന് കുടിക്കുന്നത്. അടച്ചിട്ട് കേരളത്തിൽ എന്ത് നേട്ടം? നഷ്ടമല്ലാണ്ട്. സാറെ, മദ്യം എവിടെ ഇരുന്നാലും ചെന്ന് കുടിക്കാൻ പരസ്യമൊന്നും വേണ്ട. നെല്ല് തിരുവനന്തപുരത്തുണ്ട്, എലി പാലക്കാട്ടിൽ നിന്ന് വരുമെന്ന് പറയുന്നത്. അതിന് പരസ്യമൊന്നും വേണ്ട. അത് വാങ്ങിച്ച് കുടിക്കേണ്ട. ഒരാൾ മദ്യം വെച്ച് കുടിച്ച് ആരും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരാൾ കുടിച്ച ഒരു പൈൻ്റെ ഒരു 1.5 ലിറ്റർ കുടിക്കുക. അതിനപ്പുറം ഒരു മദ്യം കുടിക്കില്ല. പക്ഷെ അതിന് എത്ര രൂപ? കൂടിപ്പോയി 500 രൂപ. ഞാൻ പറയുന്നത് നല്ല മദ്യം നല്ല രീതിയിൽ കേരളത്തിൽ ഉണ്ടാക്കി വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? മറ്റു ലഹരിയിലോട്ടൊന്നും ആരും പോകത്തില്ല. പണ്ട് ചാരായം ഉള്ള സമയത്ത് ഇതായിരുന്നു. 2 രൂപയ്ക്ക് ചാരായം കിട്ടും. പണി കഴിഞ്ഞ് വന്ന് വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിൽ പോകും. ഇന്ന് അതല്ല. 1000 രൂപയ്ക്ക് പണി ചെയ്ത് 500 രൂപയ്ക്ക് മദ്യം കുടിക്കും. മദ്യത്തിന്റെ വില ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ പോലീസുകാർ ഇടപെടൽ വളരെ മോശമാണ്. പിന്നെ അവർ ബിവറേജിലിരിക്കുന്ന ഉദ്യോഗസ്ഥര് അവർ പറയുന്നത് വെച്ചാൽ അവരെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന മട്ടിലാണ് അവർ ഈ വാങ്ങാൻ പോകുന്നത് ഇടപെടുന്നത്. വളരെ മോശമായിട്ടാണ് ഇടപെടുന്നത്. വളരെ വളരെ മോശമായിട്ട്. അതും ഈ ഇരിക്കുന്ന മന്ത്രിമാരും എക്സൈസ് ഉദ്യോഗസ്ഥരും വിദേശ അന്യ സംസ്ഥാനങ്ങളും പോയി കണ്ടിട്ടുള്ളവരാണല്ലോ. അവർക്കറിയാതെ രീതികൾ എങ്ങനെ ചെയ്യണമെന്ന് അവരാരില്ല. അവർക്ക് മാത്രം കാശേ ആവശ്യമുള്ളൂ. ഇവിടെ 90 രൂപ സാധനം വാങ്ങിച്ച് 1900 രൂപയ്ക്ക് വിറ്റിട്ട് അതിന്റെ ബാക്കി എല്ലാ സംവിധാനം അവരെടുത്തിട്ട് ബിവറേജ് എല്ലാം വാങ്ങിക്കാൻ പോകുന്നതിന്റെ പ്രശ്നം. വാങ്ങിക്കുന്നിടത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. വില ഭയങ്കര വിലയാണ്. പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പെരുമാറ്റം വളരെ മോശമാണ്. നടന്നു പോണവനെ ഓട്ടോറിക്ഷ മദ്യം കഴിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ പിറകെ പോണവനെ പിടിക്കാൻ എന്ത് അധികാരം? ഏതെങ്കിലും നിയമം പറഞ്ഞിട്ടുണ്ടോ? ഓട്ടോറിക്ഷയും പിടിച്ചോണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറെയും പിടിച്ചോണ്ടോ വണ്ടിയും പിടിച്ചോണ്ട് പിറകെ ഇരിക്കുന്നതും പിടിച്ചോണ്ടോ? എന്നിട്ട് എല്ലാവർക്കും നിയമം 10,000 ഒക്കെ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതായത് നമ്മൾ 500 രൂപ മദ്യം വാങ്ങിച്ച് കുടിച്ചാൽ 15,000 രൂപ മുടക്കേണ്ടി വരും. രാസലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ആളുകൾ മദ്യം കൂടുതൽ കഴിക്കട്ടെ, അങ്ങനെ മദ്യത്തിന്റെ പിന്നാലെ പോയിക്കോട്ടെ, അങ്ങനെ നമുക്ക് മറ്റ് രാസലഹരി അടക്കമുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗം കുറയ്ക്കാം. ആ അർത്ഥത്തിൽ മദ്യപാനം നല്ലതാണെന്നാണോ താങ്കൾ? മദ്യം കുടിക്കാത്തവരാരുണ്ട്? എവിടെ വിറ്റാലും. ഇവിടെ നടന്നു പോണവനെ പിടിച്ച പോലീസുകാർ പറയാനെന്ന് അറിയാമോ? സ്കൂൾ കാമ്പൗണ്ടിൽ വെച്ച് ഓടിച്ചിട്ട് ഞാൻ പിടിച്ചപ്പോ എന്നെ അടിച്ചിട്ട് ഓടി. കേസ് എത്രയാണെന്ന് നോക്കിയോളണം. ഇത് മദ്യം മാറ്റി കുടിച്ച റോട്ടെ നടന്നു പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പിടിച്ചോണ്ട് പോകണം പോലീസുകാരെ. ഇവിടെ കോടതിയിൽ എഴുതി ഹാജരാക്കുന്നത് ഞാൻ സ്കൂൾ കാമ്പൗണ്ടിൽ വെച്ച് മദ്യം വെച്ചുകൊണ്ടു ഞാൻ പിടിക്കാനപ്പോൾ എന്നെ ആക്രമിച്ചിട്ട് ഇറങ്ങി ഓടി എന്നാണ് അവർ എഴുതി കോടതി ഹാജരാക്കുന്നത്. റിമാൻഡായി കേസായ ഒരു കേസ് ഇരുന്നെങ്കിൽ എത്ര കാലം? ഒരു 18 വർഷം കൂടി പറയാൻ കേസ് ഇറങ്ങി നടക്കണം. ഇന്ന് പോലീസിനെ ആക്രമിച്ചൊരു കേസും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഇതിന് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക തടസ്സപ്പെടുത്തി. ഇതും കൂടിയാണ് ഇവർ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇത് പറഞ്ഞും പാട്ടുപാടി തീരുമ്പോൾ 18 വർഷം ഒരുത്തന്നെ ജീവിതം അത് നടത്തിയാൽ മതി. ഒരുത്തന്നെ ജീവിതം തീർന്നു ഒരു ചെറുപ്പക്കാരൻ്റെ. അത് പോലീസുകാരെ കുറെ ഇടപെടൽ കുറച്ചുകൂടെ കുറയ്ക്കും.